കഴിഞ്ഞ ദിവസം ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞവരുടെ സംഖ്യ 18ലേക്ക് ഉയരുന്നു. 50 പേർ ചികിത്സയിലാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നു. മരിച്ചവരിൽ 4 കുട്ടികളും 11 സ്ത്രീകളുമുണ്ട്. ഇതിനിടയിൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ആദ്യം റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ദില്ലി പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. 13-14 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഈ അനിയന്ത്രിതമായ ഒരു തിരക്ക് അനുഭവപ്പെട്ടത്. അത് പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് പോകുന്ന ആളുകളുടെ ഒരു തിരക്കായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു തിരക്ക് അവിടെ രൂപപ്പെടുകയായിരുന്നു. ഇത് എങ്ങനെയാണ് ഈ തിരക്ക് രൂപപ്പെട്ടത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ എത്തിയ പലർക്കും ടിക്കറ്റ് ഇല്ലായിരുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നു. വളരെ ശ്രദ്ധേയമായൊരു വാർത്തയാണ്. ഈ ടിക്കറ്റ് ഇല്ലാത്തവർ എങ്ങനെയാണ് ഇത്രയും അധികം അവിടെ വളരെ പെട്ടെന്ന് തടിച്ചുകൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുന്നത്. കാരണം ഇത് പലയിടത്തും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. പെട്ടെന്നൊരു തിരക്കുണ്ടാകുന്നു. ആ തിക്കിലും തിരക്കിലും പെട്ട് അനവധി പേർ മരിക്കുന്ന സാഹചര്യം കുംഭമേളയ്ക്ക് നാം ഇത് കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ ട്രെയിൻ വരാൻ അല്പസമയം അവശേഷിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തിക്കും തിരക്കും ഉണ്ടാകുകയും അതിൽപ്പെട്ടാണ് ഈ 18ഓളം പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. പലരും ശ്വാസം മുട്ടിയും മറ്റുമാണ് മരിച്ചിരിക്കുന്നത്. വലിയ തിക്കും തിരക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് ഇല്ലാതെ ഇത്രയും പേർ എങ്ങനെ എത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമൊക്കെ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ പ്രാഥമികമായ വിവരം ലഭിച്ചേക്കാം. റെയിൽവേ അറിയിക്കുന്നത് അനിയന്ത്രിതമായ തിക്കും തിരക്കുമാണ് അപകടത്തിന് കാരണമെന്ന് മാത്രമാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.